കൽക്കി 2898 ഒരു കിട്ടിലൻ ട്രെയിലർ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൻ ക്വാളിറ്റി ആയിരുന്നു ഈ ട്രെയിലർ കാണാനായിട്ട്. ഇപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇത് പല ഹോളിവുഡ് മൂവീസിന്റെ റെഫറൻസ് ഉണ്ടെന്നൊക്കെ. ശരിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഈ ട്രെയിലർ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഡ്യൂണിന്റെയും അല്ലെങ്കിൽ സ്റ്റാർ വാർസ് ഒക്കെ ഒരു ഫീൽ വന്നായിരുന്നു. ആ ഒരു റെഫറൻസും അങ്ങനത്തെ മേക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, അതുപോലെ കോപ്പി അടിച്ചുകൊണ്ട് വെക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഡ്യൂൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാർ വാർസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കിടില മൂവി ആയിരിക്കും. ഈ ഒരു വൺ പാർട്ട് മൂവി അല്ല, ഇതിൽ നിന്ന് ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ നിന്ന് ഒരുപാട് മൂവീസ് ഇനി വരാനുണ്ട്. എന്നാലും ഒരു വൺ പാർട്ടായിട്ട് തീരാൻ പറ്റിയ സ്റ്റോറിയും കാര്യങ്ങളൊന്നും അല്ല. അത്രമാത്രം ഒരു വലിയൊരു സ്റ്റോറിയും ഒരുപാട് ക്യാരക്ടേഴ്സും വലിയൊരു വേൾഡ് ബിൽഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ട്രെയിലർ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ എക്സ്പാൻഡ് ചെയ്ത് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും ട്രെയിലറിൽ ബേസിക് ആയിട്ട് എന്താണ് ആ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടേഴ്സും എന്താണ് ആ സ്റ്റോറി ലൈൻ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി ലൈനൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു സൈഫൈ മൂവി അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താ പറയുക സ്റ്റാർ വാർസ് ആയാലും നമ്മുടെ ഡ്യൂൺ ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്റ്റോറി ലൈൻ തന്നെയൊക്കെയാണ്. ദീപിക പടുക്കുന്ന ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്. സോ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ, അതായത് ജനിക്കുന്നതിന് മുമ്പേ ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു എംബററും അവരുടെ ടീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അമിതാഭ് ബച്ചൻ നിൽപ്പുണ്ട്. സോ ഇതിന്റെ ഇടയ്ക്കാണ് ഭൈരവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടറി ഹണ്ടർ നമ്മൾ പ്രഭാസ് ചെയ്യുന്ന ക്യാരക്ടർ വരുന്നത്. സോ ബൗണ്ടറി ഹണ്ടർ ആണ് പ്രഭാസ്, കൽക്കിയല്ല. ഇപ്പൊ കൽക്കി ആരാന്ന് ചോദിച്ചാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും. ഓഫ്കോഴ്സ് ഈ ഒരു മൂവിയുടെ പ്രസന്റേഷൻ കണ്ടിട്ട് നമുക്കിപ്പോൾ ഡ്യൂണു പോലെയും സ്റ്റാർ വാർസ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇതൊരു ഇന്ത്യൻ മൂവിയാണ്. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കും, നമ്മൾ ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ട് ഇപ്പോൾ റീസെന്റ് ഡ്യൂൺ ആയാൽ പോലും നമ്മളപ്പോൾ ഒരുപാട് ആഗ്രഹിക്കും ഒരു ഇന്ത്യൻ മൂവിയിൽ എന്താണ് ഇതുപോലൊക്കെ ഉണ്ടാവുന്നതൊക്കെ. അതിന്റെ ആൻസർ ആണ് കൽക്കി എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഇന്ത്യൻ മിത്തോളജിയും ആ ഒരു മഹാഭാരതവും ആ ഒരു കലിയുഗം പീരീഡും ആ ഒരു BC തൊട്ട് AD വരെ ഒരു വലിയ ലോങ് സ്റ്റോറിയൊക്കെ സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ മൂവിയാണ് കൽക്കി എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും, അതായത് ഒരു ഇന്ത്യൻ മിത്തോളജിയും ഈ ഒരു സൈഫൈ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ മാത്രമല്ല ഈ ഒരു മൂവിയുടെ റീച്ച് എന്ന് പറയുന്നത്, ഒരു ഗ്ലോബലി ഭയങ്കര രീതിയിൽ റീച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗ്ലോബലി ഇന്ത്യൻ മൂവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. കാരണം ഇതിന്റെ ഒരു പ്രൊമോഷൻ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ കോമിക്കോണിലൊക്കെ നമ്മളെ പ്രഭാസും കമലഹാസനും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇപ്പോൾ ഈ മൂവി പ്രൊമോട്ടൊക്കെ ചെയ്താണ്. അതായത് ഇങ്ങനെ ഒരു മൂവി വരാൻ പോകുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ് ബഡ്ജറ്റാണ്, എനിക്ക് തോന്നുന്നു 700-800 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും വലിയ ബഡ്ജറ്റ് മുടക്കി ഒരിക്കലും ഒരു പാൻ ഇന്ത്യൻ റീച്ച് മാത്രമല്ല ഗ്ലോബലി ഒരു ആസ് എ ഒരു ഇന്ത്യൻ മൂവിയായിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമായിരിക്കും കൽക്കി എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ VFX ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതിനു വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാർസ്, ഇപ്പം അതിൽ വരുന്ന ഒരു കാറുണ്ട്, അത് മഹേന്ദ്ര ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കാറാണ്. ആൻഡ് ഇതിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സെറ്റാണ്. VFX ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു മേക്കിങ്ങും ആ ഒരു ആർട്ട് വർക്കും എല്ലാത്തിലും അവർ നല്ല രീതിക്ക് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ട്രെയിലറിൽ കാണാൻ പറ്റുന്നുണ്ട്. 2-3 മിനിറ്റ് ഉള്ള ആ ഒരു ട്രെയിലർ. ആ ഒരു ട്രെയിലർ ഇമാതിരി ക്വാളിറ്റി ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു മൂവിയുടെ ഔട്ട് എന്താണെന്ന് ആലോചിച്ച് നോക്കും. ഒരു പ്രഭാസ് പടമായിട്ട് മാത്രം ഒതുങ്ങേണ്ട ഒരു മൂവിയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ കാസ്റ്റിംഗ് ഗ്രൂ ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഒരു ടെക്നിക്കൽ സൈഡ് ആയാലും മൂവിയുടെ കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ മൂവിയുടെ പ്രൊഡക്ഷൻ എല്ലാം. സോ ഒരിക്കലും ഒരു പ്രഭാസ് എന്നൊരു ആക്ടറിന്റെ അല്ലെങ്കിൽ പ്രഭാസ് പടമായിട്ട് മാത്രം തീരേണ്ട അല്ലെങ്കിൽ അങ്ങനെ മാത്രം സംസാരിക്കേണ്ട ഒരു മൂവി അല്ല കൽക്കി എന്ന് പറയുന്നത്. ഇപ്പം ഇതിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ട് എൻ്റെ മോനെ തീ ഐറ്റമാണ്. പ്രഭാസ് മാത്രമല്ല എല്ലാവരും. എനിക്ക് ഏറ്റവും കൂടുതൽ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് അമിതാഭ് ബച്ചനെ. കാരണം മൂപ്പറുടെ ആ ഒരു ഇൻട്രോയും ആ ഒരു കുറെ സീക്വൻസ് ഒക്കെ സീൻ സാധനമായിരുന്നു. അതുപോലെ കമലഹാസന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മളെ എംബറർ ഉണ്ടല്ലോ സ്റ്റാർ വാർസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂണിലൊക്കെ ഉള്ള അതൊക്കെ തന്നെയാണ്. കാരണം അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും ഇതിന്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മൂവീസിൽ കണ്ട പോലെ സ്റ്റോറി ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ക്വാളിറ്റി ആൻഡ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ആൻഡ് പ്രസന്റേഷൻ ആൻഡ് മേക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇന്ത്യൻ മൂവിയായിട്ട് നോക്കുവാണെങ്കിൽ വേറെ ലെവലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ട്രെയിലർ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിം ജസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കും, ഒരു ഹോളിവുഡ് സാധനം കാണുന്ന ലെവലാണ്. അല്ലാതെ ഒരു ഇന്ത്യൻ മൂവി കാണുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ആയില്ല. കാരണം എനിക്ക് ഭയങ്കര ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഡ്യൂണും സ്റ്റാർ വാർസും ആ റെഫറൻസ് ഒക്കെ കിട്ടും, ഇല്ലാന്ന് പറയുന്നില്ല ബ്രോ. എന്നാലും ഓരോ ഫ്രെയിമിന്റെ പ്രസന്റേഷൻ ഒക്കെ പറയുന്നത് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. പിന്നീട് ഈ കൽക്കി അല്ലെങ്കിൽ ഈ ഒരു വേൾഡ് ബിൽഡ്, ഇവിടുത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇവരെന്താണ് അല്ലെങ്കിൽ ഈ വേൾഡിൽ എന്താണ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു 2 വീക്സ് മുമ്പാണെന്ന് തോന്നുന്നു, അതോ 1 വീക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇവരൊരു ആനിമേറ്റഡ് സീരീസ് റിലീസ് ചെയ്തായിരുന്നു. വലിയൊരു സീരീസ് ഒന്നും അല്ല, ഒരു 2 എപ്പിസോഡോ 3-2 ഉള്ളൂ. അതിൽ ഈ ബുജിയും ഭൈരവയും ബാക്കി ക്യാരക്ടേഴ്സിന്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിട്ട് നിങ്ങൾ ട്രെയിലർ കൊണ്ട് കണ്ടു നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അതിൽ ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ കണ്ട പല കാര്യങ്ങളും പല ക്യാരക്ടേഴ്സിന്റെയും ചെറിയ ഇൻട്രോ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അത് നൈസ് ആയിരുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കണ്ടിട്ട് നമ്മൾ ഈ ഒരു ട്രെയിലർ കാണുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പേടിയാണ്. അതായത് എൻഡിയർ മൂവി ഒരു പ്രഭാസ് മൂവിയായിട്ട് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അതല്ല, പ്രഭാസിനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിലെ മൂവിയും ആ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ കണ്ടന്റും ആ വേൾഡ് ബിൽഡും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും സെയിം ആയിട്ട് ഫോക്കസ് ചെയ്താണ് സിനിമ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വേറെ ലെവൽ ഓഫ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ലെവൽ ഓഫ് ഒരു എന്താ പറയാ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അല്ലാതെ പ്രഭാസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രഭാസിന്റെ ഫാൻസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മൂവി ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇരുന്നും ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള കുറച്ച് മൂവീസിലൊക്കെ കണ്ടതാണ്. ഇപ്പൊ ആദിപുരുഷായാലും ശരി, ബാക്കിയുള്ള മൂവീസ് ഒക്കെ ആയാലും ശരി. പക്ഷെ സലാറിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ലേ. സലാർ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ മൂവി നോക്കുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നില്ല.
രാജുവേട്ടന്റെ ക്യാരക്ടർ ആയാലും ആ ഒരു വേൾഡ് ബിൽഡ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതുപോലെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു മൂവി. അല്ലാതെ പ്രഭാസ് എന്നൊരു ആക്ടറെ മാത്രമാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ കയ്യിൽ പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയിലെ കാസ്റ്റ് ആണ്. ട്രെയിലറിൽ കുറെ പേരൊക്കെ കാണിക്കുന്നുണ്ട്, ചില്ലറ കാസ്റ്റ് ഒന്നും അല്ല ഈ ഒരു മൂവിൽ വന്നു പോകുന്നത്. പ്രഭാസ് ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, ദീപിക പടുക്കോനുണ്ട്, കമലഹാസനുണ്ട്, ശോഭനയുണ്ട്, അങ്ങനെ ഒരുപാട് കിടില ആർട്ടിസ്റ്റ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ആൻഡ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ദുൽഖർ ഒരു ക്യാമിയോ റോളാണെന്നാണ് പറഞ്ഞിരിക്കുന്ന മൂവിയിൽ. ചിലപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്യാമിയോ റോളായിട്ട് സെക്കൻഡ് പാർട്ടിലോട്ട് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും കാര്യങ്ങളൊക്കെ വരാം. എന്തായാലും ദുൽഖറിനെ പോലെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ട് ചെറിയ റോൾ എന്തായാലും ഒതുക്കത്തില്ല. ചിലപ്പോൾ ഇത് എൻ്റെ ഗസ്സാണ്, എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മളെ എംബർ ഉണ്ടല്ലോ കമലഹാസൻ്റെ ചിലപ്പോൾ ആ ഒരു സ്റ്റോറി ലൈൻ വെച്ച് ജസ്റ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യണം. ചിലപ്പോൾ മകനായിട്ടോ അനിയനായിട്ടോ അല്ലെങ്കിൽ കൂടെ ഉള്ള ഒരു ആർമിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ ദീപിക പടുക്കോൺ ജനിക്കാൻ പോകുന്ന കുഞ്ഞുണ്ടല്ലോ, ചിലപ്പോൾ അതായിരിക്കാം. കാരണം അടുത്ത വരാൻ പോകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ദുൽഖറിന്റെ ക്യാരക്ടറിനെ അല്ലെങ്കിൽ കൽക്കീനെ വെച്ചിട്ടായിരിക്കാം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആൻഡ് പ്രഭാസ് എങ്ങനെയാണ് പറയുന്നത് ചോദിച്ചാൽ പ്രഭാസ് ഒരു ബൗണ്ടി ഹണ്ടറാണ്. ഇങ്ങനെ ട്രെയിലർ കണ്ടുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു കുഞ്ഞിനെ വേണം അല്ലെങ്കിൽ ആ ഒരു പെണ്ണിനെ വേണം എന്ന് പറയുമ്പോൾ പ്രഭാസ് പോകുന്നുണ്ട്. ഞാനൊരു ഫൈറ്റ് പോലും തോറ്റിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സോ പ്രഭാസ് ഇവരുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് പിന്നീട് പ്രഭാസിന്റെ ക്യാരക്ടർ ഇവരെ കൂടെ ചേരാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം. കാരണം നമ്മൾ ഓൾറെഡി കണ്ട ഒരു സ്റ്റോറി ലൈൻ ഒക്കെ ആവാനാണ് ഒരുപാട് ചാൻസ് കൂടുതൽ. പക്ഷെ എന്നാലും അതിനൊരു മേക്കിങ്ങും അതിന്റെ പ്രസന്റേഷനും അല്ലെങ്കിൽ ആ സ്റ്റോറി ലൈൻ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, വേറെ ലെവലൊക്കെ ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ മൂവീസിൽ തന്നെ വൺ ഓഫ് ദ എപ്പിക് മൂവി ആയിരിക്കും കൽക്കി എന്ന് പറയുന്നത്. ആൻഡ് ഈ മൂവി കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഐമാക്സ് ക്യാമറയിലാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വൺ ഓഫ് ദ കിടിലം ഐമാക്സ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഐമാക്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും മൂവി റിലീസ് ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.